അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സൽന. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ആയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഫ്രില്ലുള്ളൊരു പഴയ ഉടുപ്പാണ് എടുത്തത്. എൻ്റെ മോളുടെ പഴയ ഒരു ഉടുപ്പാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഉടുപ്പിൻ്റെ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റണം. അതിനുശേഷം നമ്മൾ ഇതിനൊരു നീളത്തിലുള്ളൊരു തുണിയാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതൊരു നെറ്റ് ക്ലോത്താണ്. അപ്പോൾ അതിന് നമ്മൾ നീളത്തിലുള്ളൊരു പീസാക്കിയിട്ട് എടുക്കുക. പിന്നെ അതിൽ ഞാനിപ്പോൾ ഒരു സ്ക്വയർ പീസ് ഞാനിപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മളൊരു സുമാർ വെച്ചിട്ട് അങ്ങനെ മുറിക്കുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് സിന്തറ്റിക് കോട്ടൺ അല്ല പോളിസ്റ്റർ കോട്ടൺ എന്ന് പറയുന്ന കോട്ടനാണ്. ഇത് നമുക്ക് ഉന്നെല്ലാം വിൽക്കുന്ന കടയിൽ നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇത് പഴയ സോഫ്റ്റ് ടോയ്സ് ഇല്ലേ, ടെഡി ബിയർ അങ്ങനത്തെ പഴയതുള്ള കുട്ടികളുടെ കളിപ്പാട്ടെല്ലാം ഉണ്ടെങ്കിൽ അതിമെന്നല്ല നമുക്കിതെടുക്കാം. ഇത് ഞാനിപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ എടുക്കുന്നത് ഫ്ലവർ മേക്കിംഗ് കമ്പിയാണ്. ഫ്ലവർ മേക്കിംഗ് കമ്പി കുറച്ച് തടിച്ച കമ്പിയുണ്ട്, അതുപോലെ തന്നെ നേരിയ നൂൽക്കമ്പിയുണ്ട്. ഞാനിപ്പോൾ എടുക്കുന്നത് ഈ ഒരു നൂൽക്കമ്പിയാണ്. അതിന് ഞാനിപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം മുറിച്ചെടുക്കുന്നുണ്ട്. അതിൽ നമ്മളൊരു കഷ്ണം മുറിച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ അറ്റം നല്ലോണം ഒന്ന് വളച്ചു കൊടുക്കണം. നമ്മൾ ഏത് ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ ഇതിന് അറ്റം വളച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഫ്ലവറാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മൾ ഈ കമ്പിൻ്റെ ഒരു വളഞ്ഞ ഭാഗമെല്ലാം വലിച്ചിട്ടൊന്ന് നല്ലോണം നിർത്തി കൊടുക്കണം. പിന്നെ ഞാൻ ആ കോട്ടൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് നമ്മൾ അറ്റം വളച്ച ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ സ്ക്വയർ പീസില്ലേ നമ്മൾ മുറിച്ച ആ കൈമേൽ വെച്ചിട്ട് നമ്മളിതൊന്ന് കൂട്ടിപ്പിടിക്കണം. ഇത് നമുക്കൊരു ബോൾ ഷേപ്പ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം കൂട്ടിപ്പിടിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നല്ലോണം ഒന്ന് തിരിച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ നൂല് കെട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇളകിപ്പോവും. ഈ ഒരു കോട്ടൺ എന്ന് വെച്ചാൽ അങ്ങനെ ഇത് ഒരു നിന്നെടുത്ത് നിൽക്കൂല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് നല്ലോണം ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇത് ഞാനിപ്പോൾ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ മെഷീൻ അടിക്കുന്ന നൂല് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് ഫ്ലവർ മേക്കിങ്ങിൻ്റെ നൂല് നമ്പർ 10 നൂല് എന്ന് പറഞ്ഞാൽ കടയിൽ മേടിക്കാൻ കിട്ടും. വേണമെങ്കിൽ ഒരു തടിച്ച നൂല് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. ഞാനിപ്പോൾ സാധാരണ നൂലിനെ കൊണ്ടാണ് കെട്ടുന്നത്. നല്ലോണം കുറേ പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയെടുക്കണം ഈ മേലെ. അതിനുശേഷം നമ്മൾ വെള്ളം മേലെ ഒരു ലൂപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മളൊരു 3-4 പ്രാവശ്യമെല്ലാം ഒന്ന് നല്ലോണം ചെയ്തിട്ട് അപ്പം നല്ലോണം ഒന്ന് ടൈറ്റായിട്ട് നിന്നോളൂ. അങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു തുണിനെ ഒരു 1.5-2 ഇഞ്ച് വീതിയിലുള്ളൊരു കഷ്ണാക്കിയിട്ട് വലിയൊരു നീളത്തിലെടുക്കണം. നീളം അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് വേണ്ടുന്ന ഒരളവിൽ അങ്ങനെ ഒരു നീളത്തിലെടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മളിതിനൊരു 3-4 മടക്കാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ നമ്മളെടുക്കുന്ന തുണിൻ്റെ ഇതുപോലെ അങ്ങനെ എത്ര മടക്കാന്നുള്ളത് അത് നമ്മളെടുക്കുന്ന തുണി പോലെ ആയിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു ബോൾ ഷേപ്പുള്ള ഒരു കമ്പി അടക്കം വെച്ച് കൊടുത്തിട്ട് ഇത് നടുഭാഗത്ത് വെച്ച് കൊടുക്കുക. നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെയൊന്ന് പറഞ്ഞാൽ നമുക്ക് കട്ടം തിരിയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ വരുന്ന ഭാഗം നമ്മൾ വലതു ഭാഗത്തേക്കൊന്ന് മടക്കി കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ബാക്കി വരുന്ന ഭാഗം ഒന്നിങ്ങനെ മേലോട്ടെ തന്നെ ഒന്ന് ചുറ്റിയെടുക്കുക. ഒന്ന് റൗണ്ടാക്കിയിട്ടൊന്ന് ചുറ്റിയെടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതിനൊന്ന് പരമാവധി നിർത്തി കൊടുക്കണം. ഇത് നെറ്റ് പോലത്തെ തന്നെ ആയതുകൊണ്ട് സോഫ്റ്റ് ആണല്ലോ, അതുകൊണ്ട് നമുക്കിങ്ങനെ വലിച്ചതിനെ നല്ല നീർന്ന് നിന്നോളൂ. നമ്മളൊരു ഫ്ലവറിൻ്റെ ഒരു എതള് പോലെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വലിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മളിത് നൂല് വെച്ചിട്ട് നല്ലോണം ഒന്ന് കെട്ടിക്കൊടുക്കണം. നമ്മളെ ബോൾ ഷേപ്പിൻ്റെ മേലെയും താഴെയെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് കെട്ടിക്കൊടുക്കുക. അതിന് ശേഷം ബോൾ ഷേപ്പിന്മേലോട്ടി ഒന്ന് നല്ലോണം ഒന്ന് ചുരച്ച് കെട്ടിക്കൊടുക്കണം. അത് കെട്ടുമ്പോൾ നല്ലോണം അമർന്ന് നിന്നോളൂ, എന്നാലേ നമുക്ക് ടേപ്പ് ഒട്ടിക്കാൻ കഴിയുള്ളൂ. ഇതിപ്പോൾ ഗ്രീൻ ടേപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മേലെയും താഴെയുള്ള പശ ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ അടുത്തുള്ള കുറച്ച് പഴയ ടേപ്പാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും കൂടി കുറച്ച് വൈറ്റ് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഒട്ടിക്കണം, എന്നാലേ ഇത് ഈമേൽ ഒട്ടി നിൽക്കുള്ളൂ. അത് ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ അതിൽ ശരിയായിക്കോളും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്തുള്ള ഈ ടാപ്പ് ഒരു 1-2 കൊല്ലത്തെ പാക്കുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. പരമാവധി ഞാൻ വലിച്ചു പിടിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു മെറ്റീരിയൽ സോക്സ് പോലത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഫ്ലവറിൽ ഉണ്ടാക്കേണ്ട നല്ല ഭംഗിയുണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ ഫ്ലവറിൻ്റെ ബഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇപ്പോൾ വൈറ്റ് കളറിലാണുള്ളത് നിൽക്കുന്നത്. അപ്പോൾ മുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് റോസ് കളർ പോലെ നിൽക്കണമല്ലോ. ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒരു കളറിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ നേരത്തെ ബോൾ ഷേപ്പ് പോലെ തന്നെയാണ് ആക്കിയത്, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അടിഭാഗത്ത് വരുന്ന വേസ്റ്റ് വരുന്ന ഒരു തുണി ഉണ്ടല്ലോ, അത് 2 പ്രാവശ്യം 2 ഭാഗത്തുള്ളത് ഇങ്ങനെ മേലോട്ടേക്കാക്കിയിട്ട് ഒന്നും കൂടി നമ്മൾ
കെട്ടിക്കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു കളറ് വരും, ആ ഒരു മെറ്റീരിയലിൻ്റെ ആ ഒരു പിങ്ക് കളർ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ നൂലിട്ടിട്ട് നല്ലോണം കെട്ടിക്കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഞാനിപ്പോൾ 2 ഫ്ലവർ ഒരു 3 മുട്ട് വന്ന് ചെയ്തിന്. ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തിട്ടുള്ള ഫ്ലവർ വേസാണ്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ആ വീഡിയോ തന്നെ ഞാൻ എൻ്റെ മോളുടെ കുഞ്ഞി ക്രാഫ്റ്റും കൂടി ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ക്രാഫ്റ്റിനെയാണ് ഞാൻ കാണിക്കുന്നത്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റീസുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.